അപ്പു അപ്പു ഒന്ന് നിക്കടാ. നിന്റെ റിസൾട്ട് അറിഞ്ഞോ? എനിക്ക് ഫുൾ എ പ്ലസ് ആടി. ഞങ്ങളാണ് ടൂറിന് പോവുക. എല്ലാവർക്കും ഫുൾ എ പ്ലസ്. അയ്യോ ഇതെങ്ങനെ എന്റെ അമ്മ ഇറങ്ങാൻ. നീ എങ്ങാനും ഫുൾ എ പ്ലസ് ഇല്ലാതെ വാ. സ്റ്റാറ്റസ് ഉണ്ടാവും ഫുൾ എ പ്ലസ് ഇല്ലാതെ വന്ന്. അയ്യോ ഇതെങ്ങനെ എന്റെ അച്ഛൻ ഇറങ്ങാൻ. കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ കാലിൽ ചട്ടകം വെച്ച് പൊള്ളിച്ചു. 3 ദിവസം പേടിച്ച് പനി പിടിച്ച് കിടന്നത്. നീ എങ്ങനെ ഫുൾ എ പ്ലസ് മേടിക്കും? നീ ലോഹത്തിന്റെ ചൂടൊന്ന് ഒന്നാം സ്ഥാനല്ലേ. ഒരു പാട്ട് മോണാറ്റും ഫുൾ എ പ്ലസ്. അതില്ലാതെ നീ ഗേറ്റ് കടന്നു പോകരുത്. അമ്മയറിഞ്ഞ പട്ടിണി കിടും, അച്ഛനറിഞ്ഞ ചട്ടകം വെച്ച് പൊള്ളിക്കും. നിന്റെ റിസൾട്ട് അറിഞ്ഞോ? അതൊക്കെ പോട്ടെ, നിന്റെ കഴിഞ്ഞ പ്രാവശ്യം മോണാക്സിനല്ലോ എക്സലന്റ്. അതൊന്നും നീ ഇവിടെ കാണിച്ചു. ടീച്ചറെ മോണാക്സിനെ ഇപ്പൊ കാണിച്ചു. ഞാൻ രാവണൻ, സർവസംഹാസൃഷ്ടിയും കൈമുതലായവൻ. എല്ലാ രാജാക്കന്മാരോടും നാം ഒരു ഉപദേശം നൽകാം. ഏതൊരു മംഗളകരമായ കാര്യവും ഇത്രയും വേഗം പ്രവൃത്തിയാക്കുകയും സുഖകരമായ കാര്യങ്ങൾ കഴിയുന്നതും വൈകിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലയോ ലിംഗാലിമ, ഇത്രയും ബുദ്ധിയും വേഗവുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നി ഈ ഉദ്യാനത്തിൽ തടവിലാക്കിയിരിക്കുന്നത്? ഞാൻ ലങ്കാലക്ഷ്മി, ലങ്കയുടെ കാവൽക്കാരൻ. ആരാണ് നീ? എന്തിനു വന്നു? കള്ളനാണോ? നിനക്ക് ഇത്രയും ധൈര്യമോ? ഇത്രയും ദാരുണമേ. ശ്രീരാമ ദൗത്യവുമായി വന്നൊരാളെ സൃഷ്ടിയിൽ എരികൊള്ളുമ്പോൾ ഈ ലങ്കാവാസനം അവസാനിപ്പിക്കണമെന്നാണ്. രാവണ, നിന്റെ നാശമെടുത്തിരിക്കുന്നു, ലങ്കയുടെ നാശമെടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, സീതയെ സ്വന്തമാക്കട്ടെ. ഇല്ല ടീച്ചറെ, അവരെന്റെ സ്വന്തമല്ല. അങ്ങനെയാണ് അവരെന്നിങ്ങനെ തല്ലോ. എന്താ ടീച്ചറെ, ഫുൾ എ പ്ലസ് ഇല്ലാത്തവർ കൂടെ ജീവിക്കട്ടെ. അത് സാരമില്ല മോളെ, ഞാൻ നിങ്ങളെ രക്ഷിതാക്കളോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, എന്റെ തല എന്നടി എനക്കടി ഇങ്ങനെ സങ്കടം വന്നിരിക്കണ. അയാളെ ഇങ്ങനെ നാണിക്കണ്ടേ. ചോക്ലേറ്റ് സാപ്പിട്, കാശൊക്കെ പിന്നെ തന്നാതി. അപ്പൊ നാളെ പാക്കടാ. എന്റെ തല എനിക്കിനി അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. ഈ കയറി മതി. നിങ്ങൾക്കറിയോ, എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. അതൊക്കെ തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ മേൽപ്പക്കം പറഞ്ഞ് നിങ്ങളെ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചെന്നെത്തുന്നത് ലഹരി മാഫിയയിലോട്ടോ അല്ലെങ്കിൽ മരണത്തിലോട്ടോ ആയിരിക്കും. അവരുടെ തോളിൽ കെട്ടി 2 വാക്കും. പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാദമിക വിജയങ്ങൾക്ക് മാത്രമുള്ളതല്ല, അവരവരുടെ കൈകളെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ്. നന്ദി, നമസ്കാരം.